നമ്മൾ പറയുന്ന കഥയിലെ നായകൻ ഒരു റൈനോസറസ് ആണ്, സിംഗിൾ ഹോൺ റൈനോസറസ്. അന്ന് കാലം വരെ ലോകം വിശ്വസിച്ചിരുന്നത് ഈ റൈനോസറസിന് ഒരു സീക്രട്ട് ഗ്രന്ഥി ഉണ്ടെന്നും അതാണ് ഇതിന്റെ ശക്തിക്ക് കാരണമെന്നുമാണ്. ഞാനൊരു എൻഡോക്രൈൻ സർജനാണ്. തൈറോയിഡിനടുത്ത് കാണുന്ന ഈ പാരാതൈറോയിഡ് ഗ്രന്ഥി ഈ കഥയിലൊരു കുസൃതി ഉണ്ട്. അതുപോലെ തന്നെ ഒരു കുസൃതി നിറഞ്ഞ ഒരു ഗ്രന്ഥിയാണ് ഈ പാരാതൈറോയിഡ് എന്ന് പറയുന്നത്. എന്താണ് ഈ പാരാതൈറോയിഡ് ഗ്രന്ഥി? ഇപ്പൊ സ്ഥിരമായി നമ്മൾ രോഗികൾ ഒന്ന് ചോദിക്കാറുണ്ട്, സാർ എനിക്ക് തൈറോയിഡ് ഉണ്ട്. പക്ഷെ ആരും എനിക്ക് പാരാതൈറോയിഡ് ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറയാറില്ല. എത്ര സൈസ് ഉണ്ടാവും? വളരെ ചെറിയ ഗ്രന്ഥി. ഈ തൈറോയിഡിന്റെ 4 വശങ്ങളിലായിട്ട് 99% കേസിൽ 4 പാരാതൈറോയിഡ്, 4 കാണും കഴുത്തില്. ചെറിയ ബട്ടൺ ഷേപ്പുള്ള ഗ്രന്ഥികൾ തൈറോയിഡിന്റെ 4 വശത്തായി കാണുന്ന കുഞ്ഞു ഗ്രന്ഥികളാണ്. കഴുത്തിൽ തടവി നോക്കിയപ്പോൾ ഒരു മുഴ കണ്ടു. ആ മുഴ എടുത്തു മാറ്റിയപ്പോൾ പുള്ളിക്കാരൻ നോർമലായി. ഇതായിരുന്നു പണ്ട് കാലത്തുണ്ടായിരുന്ന പാരാതൈറോയിഡ് ഗ്രന്ഥിയുടെ അസുഖം കണ്ടുപിടിക്കുന്ന വഴി. അതായത് ഉണ്ടാകുന്ന പ്രധാന സിംറ്റം ബോണുമായി ബന്ധപ്പെട്ട സിംറ്റം. ഞാൻ ആദ്യമേ പറഞ്ഞു, രക്തത്തിലെ ബോഡിലെ കാൽസ്യത്തിന്റെ അളവിനെ കൺട്രോൾ ചെയ്യും. പാരാതൈറോയിഡ് ഹോർമോൺ കൂടുമ്പോൾ എല്ലിൽ നിന്ന് രക്തത്തിലോട്ട് കാൽസ്യം, നെഞ്ചിന്റെ ഭാഗത്ത് വേദന വന്നിട്ട് പുറകിലേക്ക് ഒരു കത്തി കുത്തുന്ന പോലെ ബാക്കിലേക്ക് പോകുന്ന ഒരു വേദനയാണ് ഉണ്ടാവുന്നത്. ഒരു 7 മുതൽ 10% കേസുകളിൽ പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യതയും പാരാതൈറോയിഡ് മൂലമാണ്. അപ്പോൾ ഈ 4 റിമൂവ് ചെയ്യൂ, അതോ ഒരെണ്ണത്തിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മാത്രം എടുക്കുകയാണോ വെച്ചത്? ഇതിന് ട്രീറ്റ്മെന്റിനെ ബേസ് ചെയ്യുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് വെച്ചാണ്. ഇപ്പോൾ സാറ് ചെയ്യുന്ന അൾട്രാസൗണ്ടിൽ തുടങ്ങി 4D CT സ്കാനും ടെക്നീഷ്യൻ 99 സിസ്റ്റം ബി സ്കാനും അതുപോലെ തന്നെ പെറ്റ് CT. കൊയിലോൺ സ്കാൻസ് വെൽനസ് വാച്ചിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ടോപ്പിക്കാണ്, പക്ഷേ ഇപ്പോൾ വന്ന ഡോക്ടർ പറയുന്നത് അതൊരു കഥ പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം എന്താ കഥ പറയുന്നതെന്നോ അല്ലെങ്കിൽ ഏതിനെ റിലേറ്റ് ചെയ്താണ് കഥ പറയുന്നതെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ആ കഥയിൽ നിന്ന് എനിക്ക് തോന്നുന്നതനുസരിച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചോ അല്ലാതെ ഒരു ഡിസ്കഷൻ അദ്ദേഹം തയ്യാറല്ലെന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ ചുരുക്കം ചില ഡോക്ടേഴ്സെ ഇദ്ദേഹം സ്പെഷ്യലൈസേഷനിലുള്ളൂ. എന്ന് പറഞ്ഞാൽ എൻഡോക്രൈൻ സർജൻ. നമ്മുടെ ശരീരത്തിലുള്ള എൻഡോക്രൈൻ ഓർഗൻസായ ഇപ്പോൾ തൈറോയ്ഡ്, ബ്രസ്റ്റ്, അങ്ങനെ കുറേ എൻഡോക്രൈൻ ഓർഗൻസ് ഉണ്ട്. ആ ഓർഗൻസിൽ വരുന്ന അസുഖങ്ങൾക്ക് സർജറി ചെയ്ത്, കോംപ്ലിക്കേറ്റഡ് സർജറീസാണ്, മണിക്കൂറുകളോളം എടുക്കുന്ന സർജറിയാണ്. അത് ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ്. അതുകൂടാതെ ഇതിൻ്റെയൊക്കെ ബയോപ്സീസും സ്കാൻ വെച്ചുകൊണ്ടുള്ള ബയോപ്സിയും ഒക്കെ എടുക്കുന്ന നൂതനങ്ങളായ ക്രിട്ടിക്കലായിട്ടുള്ള കുറേ അസുഖങ്ങൾക്ക് സൊല്യൂഷൻ സർജറിയിലൂടെ കൊടുക്കുന്ന ഒരു ഡോക്ടറാണ്. അത് പലപ്പോഴും ലൈഫ് സേവിങ്ങുമാണ്. ഇപ്പോൾ ഒരു തൈറോയ്ഡ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഡോക്ടർ അത് ഡിറ്റക്ട് ചെയ്തതിന് ശേഷം അത് അവിടുന്ന് ടോട്ടലി ആ ഓർഗനെ തന്നെ റിമൂവ് ചെയ്യുന്നു. ബ്രസ്റ്റിൽ ക്യാൻസർ വരുമ്പോൾ അത് അഡ്രസ്സ് ചെയ്യുന്നു. ബ്രസ്റ്റിൽ വരുന്ന മറ്റു മുഴകൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് റിമൂവ് ചെയ്യേണ്ടതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ചെയ്യുന്നു. അതിൽ ഏജ് ഒരു ക്രൈറ്റീരിയ അല്ല, എല്ലാ ഏജിലുള്ളവരെയും സർജറി ചെയ്യേണ്ടതായ ഒരു ഡോക്ടർ ആ സ്പെഷ്യലൈസേഷനാണ് എടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന് അതിൽ മാത്രമല്ല മറ്റു പല ഏരിയയിലും രോഗികളുടെ എല്ലാ ഏരിയയിലും അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതിനും അതിന് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നതിനും ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഡോക്ടറായതുകൊണ്ടാണ് വെൽനസ് വാച്ചിലേക്ക് കൊണ്ടുവന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു സർജൻ്റെ ആസ്പെക്ട്സിൽ മാത്രം സംസാരിക്കാനായി ഒരിക്കലും ഡോക്ടറിനെ ഇവിടെ കൊണ്ടുവരത്തില്ല. നമ്മുടെ ഡോക്ടർ ആരോമൽ ചേവകർ, വളരെ വളരെ കേരളീയമായ ഒരു പേരാണ്. ആരോമൽ ചേവകർ എന്നാണ് പേര്. പണ്ടത്തെ ആരോമലുമായിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെ ഡോക്ടർ പറയും. ആരോമലിനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. അപ്പോൾ സാർ ആദ്യം പറഞ്ഞു ഞാനിന്നൊരു കഥ പറയാമെന്ന്. ഇന്ന് ഞാൻ സാറ് വിളിച്ചപ്പോൾ വരാനുള്ള കാരണം ഒന്ന്, സാറിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ പേര് തന്നെയാണ് വെൽനസ് വാച്ച്. നമ്മൾ മരുന്നിൻ്റെ മണം ഒന്ന് മാറ്റി വെച്ചിട്ട് രോഗങ്ങളെക്കുറിച്ച് സംസാരിച്ചാൽ പോലും ഒരു പുതുമയിലൂടെ സംസാരിക്കട്ടെ. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു കഥ പറയാമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് സാധാരണ അനിമൽസിനെയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഇന്ന് നമ്മൾ പറയുന്ന കഥയിലെ നായകൻ ഒരു റൈനോസറസ് ആണ്, സിംഗിൾ ഹോൺ റൈനോസറസ്. ഒരു ഇന്ത്യൻ ഒറ്റക്കൊമ്പനായിട്ടുള്ള ഒരു റൈനോസറസ് ആണ്. ഈ സിംഗിൾ ഹോൺ റൈനോസറസ് ഇന്ത്യയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് 1800-കളിൽ, കാര്യം അന്ന് ഈ സൂ ഒക്കെ വളരെ പോപ്പുലറാണ്. എല്ലാ രാജ്യത്തും ചിലപ്പോൾ ഒരു സൂയോ 2 സൂയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ അന്ന് ഈ ഒരു ക്രൗഡിന് ഈ അനിമൽസിനെ കാണുന്നതൊക്കെ വളരെ ക്യൂരിയോസിറ്റി ഉള്ള ഒരു കാര്യം. അപ്പം ഇന്ത്യയിൽ നിന്നൊരു സിംഗിൾ ഹോൺ റൈനോസറസിന് അന്ന് ലോകത്തിനെ ഭരിച്ചിരുന്നത് UK ആണ്. UK-യുടെ വളരെ പ്രശസ്തമായിട്ടുള്ള സൂവിൽ, സെൻട്രൽ സൂവിലേക്ക് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയി. അപ്പോൾ അന്ന് ഈ ലണ്ടൻ സൂവിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിരുന്നു ഈ
സിംഗിൾ ഹോൺ റൈനോസറസ്. കുട്ടികളൊക്കെ വളരെ താല്പര്യത്തോടെ വന്ന് കാണുന്ന ഒരു റൈനോസറസ് ആയിരുന്നു ഇത്, സിംഗിൾ ഹോൺ. പക്ഷെ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവിടുത്തെ ഏറ്റവും പോപ്പുലർ ഫിഗർ ആയിരുന്നു ഈ റൈനോസറസ്. ഇത് വളരെ റയറായിട്ട്. ഒരു 15 വർഷം കഴിഞ്ഞപ്പോൾ ഈ സിംഗിൾ ഹോൺ റൈനോസറസ് അവിടുത്തെ ഒരു ആനയിൽ നിന്ന് അറ്റാക്കിൽ മരണപ്പെട്ടു. ഓ, അത് ശരി. ഓക്കെ. അപ്പോൾ ഈ കഥയിൽ നമ്മൾ ആദ്യം സിംഗിൾ ഹോൺ റൈനോസറസിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിലും ഇതിനകത്തൊരു ചിന്തിക്കുന്ന കാര്യമുണ്ട്, ഒരു ചിരിക്കുന്ന കാര്യമുണ്ട്. അപ്പം ഈ റൈനോസറിൻ്റെ മരണം ശരിക്കും ഒരുപാട് ഓർഗൻസ് കണ്ടുപിടിക്കാൻ കാരണമായി. അവിടെ ഓവൻ എന്ന് പറഞ്ഞൊരു ഫോറസ്റ്റ് കൺസർവേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്ത് വരെ ആൾക്കാർ, നമ്മൾ കൂടുതൽ അന്ധവിശ്വാസങ്ങളാണല്ലോ ശാസ്ത്രം കൊണ്ട് പിന്നെ റീപ്ലേസ് ചെയ്യുന്നത്. ഈ റൈനോസറസിന്റെ ശാരീരികമായി ബന്ധപ്പെടുന്ന ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. അന്ന് കാലം വരെ ലോകം വിശ്വസിച്ചിരുന്നത് ഈ റൈനോസറസിന് ഒരു സീക്രട്ട് ഗ്രന്ഥി ഉണ്ടെന്നും അതാണ് ഇതിന്റെ ശക്തിക്ക് കാരണമെന്നുമാണ്. അപ്പം ഒരു പരിധി വരെ അത് റൈനോസറസിന്റെ വേട്ടയ്ക്ക് പോലും കാരണമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഓവൻ ഒരു ദിവസമല്ല, ദിവസങ്ങളെടുത്ത് മാസങ്ങളെടുത്ത് ഈ റൈനോസറസിനെ ഓപ്പറേഷൻ ചെയ്തു. നമ്മൾ ഓട്ടോപ്സി, പോസ്റ്റ്മോർട്ടം ഈ മരിച്ചു ചത്തുപോയ റൈനോസറസ്. അപ്പൊ ഈ ഓട്ടോപ്സി ചെയ്ത് ഈ റൈനോസറസിന്റെ കഴുത്തിൽ ഒരു ചെറിയ ഗ്രന്ഥി കണ്ടെത്തി. പല കാര്യങ്ങൾ കണ്ടെത്തി, പക്ഷെ ഈ സീക്രട്ട് ഗ്രന്ഥി എന്ന് പറഞ്ഞ് കണ്ടെത്തിയതാണ് ശക്തി തരുന്ന ആ ഗ്രന്ഥി. പക്ഷെ അത് പാരാതൈറോയ്ഡ് ഗ്രന്ഥിയായിരുന്നു. അപ്പോൾ ഞാനൊരു എൻഡോക്രൈൻ സർജനാണ്. തൈറോയിഡിനടുത്ത് കാണുന്ന ഈ പാരാതൈറോയ്ഡ് ഗ്രന്ഥി, ഈ കഥയിൽ ഒരു കുസൃതി ഉണ്ട്. അതുപോലെ തന്നെ ഒരു കുസൃതി നിറഞ്ഞ ഒരു ഗ്രന്ഥിയാണ് ഈ പാരാതൈറോയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നമ്മുടെ ഒരു ഇന്ത്യൻ റൈനോസറസിന്റെ മരണം അതും ലണ്ടനിൽ വെച്ച് അതിന്റെ ഓട്ടോപ്സിയിൽ കണ്ടുപിടിച്ച ഒരു സീക്രട്ട് ഗ്രന്ഥിയാണ് ഈ പാരാതൈറോയ്ഡ് ഗ്രന്ഥി. അപ്പോൾ അത് ശരീരത്തെ കാൽസ്യത്തെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് ഈ പാരാതൈറോയ്ഡ് ഗ്രന്ഥി. അതുകൊണ്ട് ലോകത്താകമാനമുള്ള എൻഡോക്രൈൻ സർജൻസിന്റെ പാരാതൈറോയിഡിന്റെ ഒരു പ്രതീകം തന്നെയാണ് ഈ സിംഗിൾ ഹോൺ ഇന്ത്യൻ റൈനോസറസ് എന്ന് പറയുന്നത്. അതാണ് ഇന്ന് നമ്മുടെ കഥ. അപ്പം സാർ ചോദിക്കും ഇന്ന് എന്താണ് ഞാൻ പാരാതൈറോയിഡിനെ കുറിച്ച് സംസാരിക്കുന്നത്. എന്താണ് ഈ പാരാതൈറോയ്ഡ് ഗ്രന്ഥി? ഇപ്പൊ സ്ഥിരമായി നമ്മൾ രോഗികളൊന്നും ചോദിക്കാറുണ്ട്, സാർ എനിക്ക് തൈറോയിഡ് ഉണ്ട്. പക്ഷെ ആരും എനിക്ക് പാരാതൈറോയ്ഡ് ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറയാറില്ല. അപ്പോൾ ഈ ഒരു കഥ തന്നെ പാരാതൈറോയിഡിനെ കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ പാരാതൈറോയ്ഡ് ഗ്രന്ഥി ശരീരത്തിലെ കാൽസ്യത്തിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ്. അതിൽ നിന്നുണ്ടാകുന്ന ഹോർമോണാണ് പാരാതൈറോയ്ഡ് ഹോർമോൺ. ഈ പാരാതൈറോയ്ഡ് ഹോർമോൺ ശരീരത്തെ കാൽസ്യത്തിലെ എല്ലിലെയും രക്തത്തിലെയും കാൽസ്യത്തിന്റെ സന്തുലിതാവസ്ഥ നിയന്ത്രിക്കുകയും ആഹാരത്തിൽ നിന്നുള്ള കാൽസ്യത്തിന്റെ അബ്സോർഷനെയും വിറ്റാമിൻ ഡിയുടെ ആക്ടിവേഷനെയും അതുപോലെ മൂത്രത്തിലുള്ള കാൽസ്യത്തിന്റെ എക്സ്ക്രീഷനെയും പുറത്തേക്കുള്ള കാൽസ്യത്തിന് ഇതിനെ കൺട്രോൾ ചെയ്യുന്നു. ശരീരത്തിനകത്ത് ഈ കാൽസ്യത്തിന്റെ സന്തുലിതാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് ഈ പാരാതൈറോയ്ഡ് ഗ്രന്ഥി. അപ്പോൾ ഇതിന്റെ രോഗങ്ങൾ ഈ കഥയിലെ കുസൃതി പോലെ തന്നെ വളരെ കുസൃതി നിറഞ്ഞൊരു ഗ്രന്ഥിയാണ് ഈ പാരാതൈറോയ്ഡ് എന്ന് പറയുന്നത്. അത് ശരീരത്തിലെ ഏതൊക്കെ ഭാഗത്താണ് ഈ പാരാതൈറോയിഡിന്റെ ഈ സപ്പോർട്ടോടുകൂടി നിലനിൽക്കുന്ന നമ്മുടെ ഓർഗൻസ് ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും ഈ പാരാതൈറോയ്ഡ് ഗ്രന്ഥിയിൽ എല്ല്, കിഡ്നി, എല്ലിന്റെ കട്ടി, അതുപോലെ തന്നെ ശരീരത്തിൽ വരുന്ന കാൽസ്യത്തിന്റെ ഡെപ്പോസിഷൻ, ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് PTH. ചെറിയ ഗ്രന്ഥി ആവട്ടെ, ഇത് വളരെ എത്ര സൈസ് ഉണ്ടാവും ഈ ഗ്രന്ഥി? വളരെ ചെറിയ ഗ്രന്ഥിയാണ്. ഈ തൈറോയിഡിന്റെ 4 വശങ്ങളിലായിട്ട് 99% കേസിൽ 4 പാരാതൈറോയിഡ്, 4 കാണും കഴുത്തിൽ. ചെറിയ ബട്ടൺ ഷേപ്പുള്ള ഗ്രന്ഥികൾ തൈറോയിഡിന്റെ 4 വശത്തായി കാണുന്ന കുഞ്ഞു ഗ്രന്ഥികളാണ്. ഈ 1% ആൾക്കാരിൽ ചിലപ്പോൾ അത് നെഞ്ചിനകത്തൊരെണ്ണം എക്സ്ട്രയും കാണാം, സൂപ്പർ ന്യൂമറി എന്ന് പറയും. അപ്പൊ ഈ പാരാതൈറോയ്ഡ് ഗ്രന്ഥി പക്ഷേ ആള് ചെറുതാണെങ്കിലും ഭയങ്കര അതിന്റെ കുസൃതി കൂടുതലാണ്. ആദ്യമേ ഞാൻ പറഞ്ഞു കാൽസ്യത്തിന്റെ ഹോമിയോസ്റ്റാസിസ്, സന്തുലിതാവസ്ഥയാണ് ഈ പാരാതൈറോയ്ഡ് ഗ്രന്ഥി നിയന്ത്രിക്കുന്നത്. ഈ ബട്ടന്റെ അത്രയുള്ള ഈ ഗ്രന്ഥിയുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അത് സിറ്റുവേറ്റ് ചെയ്യുന്ന എവിടെയാണ് ഇവന്റെ തൈറോയിഡിന്റെ? അതിൽ 4 പാരാതൈറോയ്ഡ് ഗ്രന്ഥികൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ നമ്മുടെ കഴുത്തിലാണ് ഈ തൈറോയ്ഡ് ഗ്രന്ഥിയും പാരാതൈറോയ്ഡ് ഗ്രന്ഥിയും കാണുന്നതെങ്കിലും ജനിക്കുന്നതിന് മുമ്പ് ഈ എംബ്രിയോ ഉണ്ടാവുന്ന സമയത്ത് നാക്കിന്റെ പുറകിലാണ് ഈ, അതായത് കഴുത്തിന്റെ നാക്കിന്റെയും പുറകിലാണ് ഈ ഗ്രന്ഥികളെല്ലാം ഫോം ചെയ്യുന്നത്. അത് പതുക്കെ മൈഗ്രേറ്റ് ചെയ്തിട്ട് താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് പാരാതൈറോയ്ഡ് ഗ്രന്ഥിക്ക് മുകളിലുള്ള 2 താഴെയുള്ള 2 ഉണ്ട്. അതിന് സുപ്പീരിയറും ഇൻഫീരിയറും എന്ന് പറയും. സുപ്പീരിയർ ഗ്രന്ഥി കുറച്ച് പുറകേക്കും, തൈറോയിഡിന്റെ പുറകുവശത്തേക്കും, ഇൻഫീരിയർ ഗ്രന്ഥി മുമ്പിലേക്കുമാണ് കാണുന്നത്. ഈ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ സുപ്പീരിയർ ഞാൻ മുകളിലുള്ള ആളും ഇൻഫീരിയർ താഴത്തുള്ള ആളും, പക്ഷേ ശരിക്കും അത് മുമ്പിലും പുറകിലുമായിട്ടാണ് കാണുന്നത്. കൂടുതലും ഇൻഫീരിയർ ഗ്രന്ഥി താഴേക്കായിരിക്കും. പക്ഷെ കൂടുതലും അനാട്ടമിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ
പുറകിലേക്ക് സുപ്പീരിയർ ഗ്രന്ഥിയും മുമ്പിലേക്ക് ഇൻഫീരിയർ ഗ്രന്ഥിയും കാണും. പാരാതൈറോയിഡിൻ്റെ ഇത് എങ്ങനെയാണ് അതിൻ്റെ ഡിഫിക്കൽട്ടീസ് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അല്ല അതുപോലുള്ള അസുഖങ്ങൾ എന്താ, എങ്ങനെയാണ് ഒരു കോമൺ മാൻ അതിനെ പാരാതൈറോയിഡിൻ്റെ പ്രോബ്ലമാണ് എനിക്കുള്ളതെന്നുള്ളത് ഇൻഡിക്കേഷൻസ് കിട്ടുന്നത്? അതിൻ്റെ പുറകിൽ ഒരു ചെറിയ കഥയുണ്ട്. അതിലും അറിയാം, മൊത്തം കഥയുടെ ആളാണ്. അതായത് പണ്ട് കാലത്ത് ആർമി ഓഫീസർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തിന് നല്ല പൊക്കം ഉണ്ടായിരുന്നു, 6 അടിയോളം പൊക്കം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ ശരീരത്തെ എല്ലുകൾ പെട്ടെന്ന് പൊട്ടാൻ തുടങ്ങി. അത് എല്ലുകളിൽ ചില നമ്മൾ ടോക്കിൽ സംസാരിക്കുമല്ലോ, നട്ടലിലാണ് നമ്മുടെ ഹൈറ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ നട്ടൽ ഒഴിയുമ്പോഴത്തേക്ക് കൊളാപ്സിങ് ഫ്രാക്ചർ എന്ന് പറയും. അപ്പോൾ ഈ ഹൈറ്റിന് കുറവ് സംഭവിക്കും. അപ്പോൾ ഇയാൾ ഈ പറഞ്ഞ ഈ ഒരു മിലിറ്ററി ഓഫീസർ ഒരുപാട് ഒടിവുകൾ വരികയും ഹൈറ്റ് കുറഞ്ഞു വരികയൊക്കെ ചെയ്തു. ഒരു കുറച്ച് കാലം കൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ ഹൈറ്റ് 6 ഫീറ്റിൽ നിന്നിട്ട് 6 അടിയിൽ നിന്നിട്ട് 5, 4.5 അടി അതിലേക്ക് കുറഞ്ഞു വന്നു. അതുപോലെ തന്നെ ഒരുപാട് ഫ്രാക്ചറുകൾ ഉണ്ടായി. ഒരു സാധാരണ മനുഷ്യൻ ക്രിപ്പിളായിട്ട് മാറി. അങ്ങനെ ആ പുള്ളിക്കാരനെ കഴുത്തിൽ തടവി നോക്കിയപ്പോൾ ഒരു മുഴ കണ്ടു. ആ മുഴ എടുത്ത് മാറ്റിയപ്പോൾ പുള്ളിക്കാരൻ നോർമലായി. ഇതായിരുന്നു പണ്ട് കാലത്തുണ്ടായിരുന്ന പാരാതൈറോയിഡ് ഗ്രന്ഥിയുടെ അസുഖം കണ്ടുപിടിക്കുന്ന വഴി. അതായത് ഒരുപാട് ഫ്രാക്ചറുകൾ വരിക, കഴുത്തിലൊരു മുഴ വരിക, എല്ലുകൾ ഓടിയുക. ആ ഒരവസ്ഥയിലാണ് പാരാതൈറോയിഡ് ഗ്രന്ഥിയെ കണ്ടെത്തിക്കൊണ്ടിരുന്നത്. ഏതൊക്കെ സിംറ്റംസ് ആണ് പേഷ്യൻറ്റിനെ സംബന്ധിച്ച് ഈ ഓർഗനൈസിനേക്കാളും കൂടുതൽ അവർക്ക് അറിയേണ്ടത്? ഈ ഒരു ഓർഗൻ മൂലം, ഒരു ഡിഫക്റ്റ് മൂലം എനിക്ക് എന്തൊക്കെ ഫീൽ ചെയ്യാം, അപ്പോൾ എനിക്ക് ഡോക്ടറുടെ അടുത്ത് പോകാം? പ്രധാനമായിട്ടും ഈ പാരാതൈറോയിഡ് ഗ്രന്ഥിയിലെ മുഴ കൊണ്ട് ഉണ്ടാകുന്ന പ്രധാന സിംറ്റം ബോണുമായി ബന്ധപ്പെട്ട സിംറ്റം. ഞാൻ ആദ്യമേ പറഞ്ഞു, രക്തത്തിലെ ബോണിലേക്ക് കാൽസ്യത്തിൻ്റെ അളവിനെ കൺട്രോൾ ചെയ്യും. പാരാതൈറോയിഡ് ഹോർമോൺ കൂടുമ്പോൾ എല്ലിൽ നിന്ന് രക്തത്തിലോട്ട് കാൽസ്യം ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറ്റുക? എല്ല് കട്ടി കുറയും. എല്ലിൻ്റെ കട്ടി കുറയുമ്പം വീണ്ടും വീണ്ടും ഒടിവുകൾ ഉണ്ടാവാനും, ഒടിവുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഹീൽ ചെയ്യാനുള്ള സമയം എടുക്കുന്നതിന് കൂടുതൽ കാലമായിട്ട് ഹീൽ ചെയ്യാതിരിക്കുകയും, അതുപോലെ തന്നെ ബോൺ പെയിൻസ്, ഒടിവുകൾ ഇല്ലാത്തവർക്ക് പെട്ടെന്ന് നല്ല ബോൺ പെയിൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്നിരുന്നാലും എല്ലാ പേഷ്യൻസിനും ബോൺ പെയിൻസ് ഉണ്ടാവാൻ സാധ്യതയില്ല. ചിലർക്ക് ഇതിനെ കിഡ്നി ആയിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം മൂത്രത്തിലുള്ള കാൽസ്യത്തിൻ്റെ എക്സ്ക്രീഷൻ ഇത് കൂട്ടും. അത് കാരണം കിഡ്നിയിൽ റിക്കറൻ്റ് ആയിട്ട് സ്റ്റോൺ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് പതുക്കെ കിഡ്നി നശിച്ചു പോകാനുള്ള സാധ്യതയും ഉണ്ട്. മൂന്നാമത്, നമ്മൾ മദ്യപിക്കുന്ന ആൾക്കാരിൽ ഒരു കത്തി കൊണ്ട് വയറിൽ കുത്തുന്ന പോലെ വേദന വരുന്നൊരു അസുഖമുണ്ട്, പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയും. അവർക്ക് സാധാരണ സിവിയർ പെയിൻ ആയിരിക്കും. ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് വേദന വന്നിട്ട് പുറകിലേക്ക് ഒരു കത്തി കുത്തുന്ന പോലെ ബാക്കിലേക്ക് പോകുന്ന ഒരു വേദനയാണ് ഉണ്ടാവുക. ഒരു 7 മുതൽ 10% കേസുകളിൽ പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യതയും പാരാതൈറോയിഡ് മൂലമുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്കൊക്കെ കുറച്ച് ഇറിറ്റബിലിറ്റി ഒക്കെ ഉണ്ട്, മൂഡ് സ്വിങ്സ്, ഇറിറ്റബിലിറ്റി, അതുപോലെ തന്നെ ഉറക്കത്തിലുള്ള വ്യതിയാനങ്ങൾ. അതൊക്കെ ഈ ഒരു കാൽസ്യത്തിൻ്റെ ഒരു ചേഞ്ചിൽ ഉണ്ടാവാം. ചെറിയൊരു മാനസികമായ സമ്മർദ്ദമൊക്കെ ഇത് കാരണം കൊണ്ട് ഉണ്ടാവാം. അപ്പം പ്രധാനമായും ഓർക്കേണ്ടുന്നത് ബോൺ പെയിൻസ്, കിഡ്നിയിലെ കല്ലുകൾ. അപ്പോൾ ഇതെല്ലാം ഒരു സിമ്പിൾ ടെസ്റ്റ്, കാൽസ്യത്തിൻ്റെ ടെസ്റ്റ് ചെയ്താൽ അറിയാൻ പറ്റും. അതെ, ഇതിൻ്റെ ടെസ്റ്റ് വളരെ സിമ്പിളാണ്. സാധാരണ വലിയ ടെസ്റ്റുകൾ വേണമെന്ന് വെച്ചാൽ വേണം, പക്ഷേ ഇതിൻ്റെ ഡയഗ്നോസിസ് വളരെ സിമ്പിളാണ്. നമ്മൾ ഇപ്പോൾ കൂടുതലും ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഈ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ചെക്ക് ചെയ്തതിന് ശേഷം ബയോകെമിക്കൽ ടെസ്റ്റാണ്. സാധാരണ നമ്മൾ എല്ലാ ലാബിലും അവൈലബിൾ ആയിട്ടുള്ള ബയോകെമിക്കൽ ടെസ്റ്റാണ് ഇതിന് ടെസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ടെസ്റ്റ് കാൽസ്യം, ഫോസ്ഫറസ്, ആൽബുമിൻ. ഈ ആൽബുമിൻ എന്തിനാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ആൽബുമിനുമായിട്ട് മാച്ചിങ് ആണ്. അപ്പം ആൽബുമിൻ അളവിന് ബേസ് ചെയ്താണ് നോർമൽ കാൽസ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ പാരാതൈറോയിഡ് ഹോർമോൺ ഉണ്ടാവുക. ഈ ടെസ്റ്റുകളും അതുപോലെ മൂത്രത്തിലുള്ള കാൽസ്യത്തിൻ്റെയും ക്രിയാറ്റിൻ്റെ റേഷ്യോ ഇത് വെച്ച് നമുക്കിതിന് ഹൈപ്പർ പാരാതൈറോയിഡിസം ആണ്, എന്നാൽ പാരാതൈറോയിഡ് ഹോർമോൺ കൂടിയ രോഗമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതിനോടൊപ്പം തന്നെ വിറ്റാമിൻ ഡി ചെയ്ത് നോക്കും. കാരണം ചെറിയ പാരാതൈറോയിഡ് ഹോർമോണിൻ്റെ കൂടുതൽ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകാം. ശരി. അപ്പം അതിന് സെക്കൻഡറി ഹൈപ്പർ പാരാതൈറോയിഡിസം എന്ന് പറയും. വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണം പാരാതൈറോയിഡ് ഹോർമോൺസ് ലൈറ്റായിട്ട് കൂടാനുള്ള സാധ്യത. ഈ വിറ്റാമിൻ ഡി കറക്റ്റ് ചെയ്യുമ്പം അത് നോർമൽ ആവാനുള്ള സാധ്യത. അപ്പോൾ ഇത് ഈ ഒരു ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് തിരിച്ചറിയാം. അപ്പോൾ സാർ ചോദിച്ചതുപോലെ ഈവൻ ഒരു പാവം ഗ്രന്ഥിയാണെങ്കിൽ പോലും ഇത് മുഴകൾ ഏറ്റവും സന്തോഷമുള്ള കാര്യം 99% ഇത് ക്യാൻസർ ആവാറില്ല. ഈ സാധാരണ നമ്മൾ ട്യൂമറിൽ ക്യാൻസറിൻ്റെ എമൗണ്ട് കൂടി വരുന്നു എന്ന് പറയുന്നത് പാരാതൈറോയിഡ് ഗ്രന്ഥിയിലെ മുഴകൾ 99% ക്യാൻസർ അല്ലാത്ത മുഴകളാണ്. പക്ഷേ ഈ മുഴ എത്രക്കാരനാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞു, 99% പേരിൽ 4 ഗ്രന്ഥി ഉണ്ടാവും, 1% ആൾക്കാരിൽ 1 ഗ്രന്ഥി എക്സ്ട്രാ കാണാം. അപ്പോൾ നമ്മൾ ഈ അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ
നമ്മൾ ഈ ആരാണ് പ്രശ്നക്കാരനെന്ന് കണ്ടുപിടിക്കുന്നതാണ് രണ്ടാമത്തെ ഘട്ടം. ഇപ്പോൾ സാറൊരു റേഡിയോളജിസ്റ്റാണ്, ഞങ്ങൾ ഉപയോഗിക്കുന്ന റേഡിയോളജിസ്റ്റുകളെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു എപ്പിസോഡ് കൂടുതൽ ചെയ്യാൻ തോന്നും. കാരണം ആദ്യം നമ്മൾ അസുഖം കണ്ടുപിടിച്ചതിന് ശേഷം പ്രശ്നക്കാരനെ കണ്ടുപിടിക്കുക, എന്നിട്ട് അയാളെ നശിപ്പിക്കുക. അതാണ് ഇതിനുള്ള ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. അതിനെ റിമൂവ് ചെയ്യാന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഈ 4 റിമൂവ് ചെയ്യുമോ, അതോ ഒരെണ്ണത്തിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മാത്രം എടുക്കുകയാണോ ചെയ്യുന്നത്? സാർ, ഒന്നാമത് ചെയ്യേണ്ടുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിൻ്റെ ഡയഗ്നോസിസ് ബേസ് ചെയ്യുന്നത് ഈ ബ്ലഡ് റിപ്പോർട്ട്സിനെയാണ്. ഈ ബ്ലഡ് റിപ്പോർട്ട്സിനെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ പാരാതൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഒരു പ്രത്യേകത, ഫാമിലികളിലും ഈ അസുഖം ഉണ്ടാവാം. അതിന് 2 തരമുണ്ട്. മെൻ സിൻഡ്രോംസ് ഉണ്ട്, അതുപോലെ നോൺ മെൻ ഫാമിലിയൽ ഹൈപ്പർ പാരാതൈറോയിഡിസം ഉണ്ട്. അപ്പോൾ ഇത് ഏത് തരക്കാരനാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഒരു 90% മുതൽ 80 മുതൽ 90% ഇത് ഒരാളിൽ വരുന്നതായിരിക്കും, ഒറ്റ പാരാതൈറോയ്ഡ് വരുന്നതായിരിക്കും. പക്ഷെ നമ്മുടെ ഏറ്റവും ടീഡിയസ് ടാസ്ക് എന്ന് പറയുന്നത് ഇത് ഒന്നിൽ കൂടുതൽ പാരാതൈറോയ്ഡ് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. 4 ഒരുമിച്ച് വരാറില്ലല്ലോ. 4 വരുന്ന കണ്ടീഷൻസും ഉണ്ട്. അപ്പോൾ 4 റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നുള്ള ലൈഫ് കണ്ടിന്യൂറ്റി നമുക്ക് പാരാതൈറോയ്ഡിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും ഇതിനെക്കുറിച്ചും അടുത്തൊരു എപ്പിസോഡ് തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ ആദ്യം മനസ്സിലാക്കി ഈ പാരാതൈറോയ്ഡ് ലക്ഷണങ്ങൾ എന്താണ്, അതുപോലെ തന്നെ അതിനെ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാമെന്ന് മനസ്സിലാക്കി. ഇതിന് ട്രീറ്റ്മെൻറ്റിനെ ബേസ് ചെയ്യുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് വെച്ചാണ്. ഇപ്പോൾ സാറ് ചെയ്യുന്ന അൾട്രാസൗണ്ടിൽ തുടങ്ങി 4D CT സ്കാനും ടെക്നീഷ്യൻ 99 സിസ്റ്റം ബി സ്കാനും അതുപോലെ തന്നെ പെറ്റ് CT, കോളിൻ പെറ്റ് CT, ഇതൊക്കെ ചേർത്ത് വെച്ചിട്ട് ഈ ദുഷ്ടനായ പാരാതൈറോയ്ഡിനെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ലോക്കലൈസേഷൻ എന്ന് പറയുന്നത്. ആ ദുഷ്ടനെ കണ്ടുപിടിക്കുന്ന രീതി നമുക്ക് ഒരു എപ്പിസോഡിൽ പിന്നെ ചെയ്യാവുന്ന എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ദുഷ്ടൻ ഇങ്ങനൊരു ഓർഗൻ ഉണ്ടെന്നും അത് 4 ബട്ടൺ ഷേപ്പിലായിട്ടുള്ള ഓർഗൻ തൈറോയിഡിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഇരിപ്പുണ്ടെന്നും അതിന് നമ്മുടെ ബോഡിയിലുള്ള കാൽസ്യം എന്ന് പറയുന്ന അതിപ്രധാനമായ നമ്മുടെ ബോണിൻ്റെ സ്ട്രെങ്തിന് തരുന്ന അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു റെഗുലേറ്ററായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ള ആ ഒരു നോളജ് തന്നെ വലിയതാണ്. അപ്പോൾ സാർ ഇന്നത്തെ എപ്പിസോഡ് എൻ്റെ റൈനോസറസിനെ സാർ ഡെഡിക്കേറ്റ് ചെയ്യണം. ഭയങ്കരമായിട്ട് ആ റൈനോസറസ് കാരണമാണ് ഇങ്ങനെ ഒരു ഓർഗൻ ബോഡിയിലുണ്ടെന്ന് ബ്രാൻഡ് ചെയ്യപ്പെടുന്ന കണ്ടുപിടിക്കപ്പെടുന്ന പറയുന്ന നിസ്സാരമായ ഒരു കാര്യമല്ല. ഈ റൈനോസറസിനെ തീർച്ചയായിട്ടും നമ്മുടെ വ്യൂവേഴ്സിന് കാണാൻ താല്പര്യം ഉണ്ടാവും. അത് നമ്മളിതിനകത്ത് കാണിച്ചിരിക്കും. അപ്പോൾ റൈനോസറസിനും താങ്ക് യു. അതുപോലെ തന്നെ ഇത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റിനെ വളരെ സിമ്പിളായിട്ടൊരു കഥയിലൂടെ ഒരു കഥ പറയുന്ന ഡോക്ടറായി നമ്മൾ ഇവിടെ വന്ന് ഇരുന്ന ഡോക്ടർ ആരോമലിന് വളരെ നന്ദി. അതുകൂടാതെ ഇനിയും കഥകൾ ആവശ്യമുണ്ട്. കഥകളിലൂടെ ഇതുപോലുള്ള ഹ്യൂമൻ ബോഡിയുടെ സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞു തരാൻ വീണ്ടും വെൽനസ് വാച്ചിൽ വരേണ്ടി വരും. താങ്ക് യു.